ശ്രീലക്ഷ്മി അകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ പുറത്തുനിന്നും എല്ലാവരും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്ന് തട്ടി വിളിക്കുകയാണ്. അകത്തേക്ക് കയറിയ ശ്രീലക്ഷ്മി പെട്ടെന്ന് കസേരയിൽ തട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് മുകളിലേക്കുള്ള ഫാനിൽ നോക്കി നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. കസേര എടുത്ത് കട്ടിലിൽ വെച്ച ശേഷം ഫാനിൽ ഷാള് വെച്ച് കുരുക്കിടുകയാണ് ശ്രീലക്ഷ്മി. പെട്ടെന്ന് സുദർശൻ പുറത്തെ ജനലിൽ കൂടി ശ്രീലക്ഷ്മിയുടെ വാതിലിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ ഫാനിൽ തൂങ്ങിയാടുന്നതാണ് സുദർശൻ കാണുന്നത്. ആ കാഴ്ച കണ്ട് ജനലിൽ തലതല്ലി കരയുകയാണ് സുദർശൻ. പക്ഷെ ഇതൊക്കെ സുദർശന്റെ വെറും തോന്നലുകളായിരുന്നു. താൻ എന്തെങ്കിലും പറഞ്ഞ് വിവാഹം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ മോൾ ഇതുപോലെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്നൊക്കെ ആലോചിക്കുകയാണ് സുദർശൻ. വേറെ എന്തെങ്കിലും വഴി വേണം ആലോചിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് തന്റെ മോളെ നഷ്ടമാകും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് സുദർശൻ. വീണ്ടും സുദർശന്റെ ഫോണിലേക്ക് GD വിളിക്കുകയാണ്. ഹലോ, ആരാണ്? മുൻപ് വിളിച്ച ആൾ തന്നെയാണ്. ചേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോഴേ മനസ്സിലാകും ന്യൂസ് പേപ്പർ കട്ടിംഗ് വായിച്ചു എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ രവിചന്ദ്രവർമ്മന്റെ യഥാർത്ഥ മുഖം. പക്ഷെ ഇതും കാണിച്ച് എടുത്തു ചാടി ആ വിവാഹം മുടക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇതിന് കാരണമുണ്ട്. രാജനന്ദിനിയെ കൊന്നിട്ട് ഇത്രയും നാൾ നെഞ്ചുവിരിച്ചു നടന്ന രവിവർമ്മന് അത് വ്യാജമാണെന്ന് പ്രചരിപ്പിക്കാനും അധിക സമയമൊന്നും വേണ്ട. കുറുക്കനാണവൻ, നീലക്കുറുക്കൻ. പിന്നെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ അത് പറയൂ. പറയാം. ഒരു മീനിനെ പിടിക്കാൻ നമുക്കൊരു ചെറിയ ഇരയെ കോർത്തിട്ടാൽ മതി. ഒരു മാനിനെ പിടിക്കാൻ ഒരു അമ്പോ തോക്കോ ധാരാളം. പക്ഷെ ഒരു സിംഹത്തെ വേട്ടയാടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവന്റെ ശൗര്യം കുറയ്ക്കലാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അത് പറയൂ എന്ന് വിക്കി പറയുകയാണ് സുദർശൻ. അതിലേക്കാണ് വരുന്നത് ഞാൻ. ഇപ്പോൾ അവൻ അഹങ്കരിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, സമൂഹത്തിൽ അവന്റെ സ്റ്റാറ്റസ്. പിന്നെ നിങ്ങളുടെ മകൾക്ക് അവനോടുള്ള വിശ്വാസം. ഇത് രണ്ടും തകർക്കണം. അതിന് ആദ്യം അവന്റെ കഴിഞ്ഞകാല ജീവിതം സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നേ മതിയാകൂ. അതിന് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ഇപ്പോൾ രാജനന്ദിനി മാത്രമാണ്. രാജനന്ദിനിയോ? അവര് മരിച്ചില്ലേ? മരണമല്ല, കൊലപാതകം. അവനതൊരു സാധാരണ മരണമാക്കി. കൊലപാതകയെ കുറിച്ചുള്ള രഹസ്യം ചേട്ടൻ വിചാരിച്ചാൽ രവിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് വേണം അത് ഈ ലോകത്തെ അറിയിക്കാൻ. അത് ചേട്ടൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. എന്നാലേ രാജനന്ദിനിയുടെ ഗതി സ്വന്തം മകൾക്ക് വരാതിരിക്കൂ. ശ്രീലക്ഷ്മിക്ക് നരകം വേണോ സ്വർഗം വേണോ എന്നുള്ളത് ചേട്ടൻ തന്നെ തീരുമാനിക്കുക. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് GD. രാജ്മോഹൻ GDയോട് പറയുകയാണ്, നമുക്ക് ആ പേപ്പർ കട്ടിംഗ് സുദർശനെ കൊണ്ട് പ്രചരിപ്പിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വീണ്ടും വലിച്ചു നീട്ടി. GD പറയുകയാണ്, നീ വെറും പയ്യനാണ്. എടാ മോനെ, നിനക്ക് രവിയെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അവന് ന്യൂസ് പേപ്പർ കട്ടിങ്ങിന് ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും കൽപ്പിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ സുദർശനെ ഞാനൊന്ന് എരിവ് കയറ്റിയത്. അയാള് രവിയുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തി കൊണ്ടുവരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതായിരിക്കും ഇനി നമ്മൾ രവിക്ക് നേരെ തൊടുക്കാൻ പോകുന്ന ദിവ്യാസ്ത്രം. കാരണം അച്ഛന്മാർക്ക് പെൺമക്കളോട് ഒരല്പം വാത്സല്യം കൂടുതലാണ്. അവർക്ക് വേണ്ടി അച്ഛന്മാർ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ സുദർശൻ നമുക്ക് ആവശ്യമുള്ള ആ വെടിമരുന്നുമായി വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. GDയുടെ ഉറപ്പ്. കണ്ണടച്ച് വിശ്വസിച്ചോ എന്ന് പറയുകയാണ് GD. പിന്നീട് കാണിക്കുന്നത് അടികൊണ്ട് കവിളും തടവി വരുന്ന ത്രിവിക്രമനെയാണ്. തിരുമേനി പറയുകയാണ്, എവിടെ? വീട്ടുകാരനെ വിളിക്കൂ, ആരതി ഒഴിയാൻ നേരമായി. സരോജാമ്മ അകത്തേക്ക് പോയി വിളിക്കുകയാണ്. ശ്രീടച്ച, അച്ഛൻ എവിടെ? ഇല്ലേ എവിടെ? നേരം സുദർശൻ ഇറങ്ങി വരികയാണ്. ഇത് എന്തോന്നാ അച്ഛ? എത്ര നേരമായി അകത്തേക്ക് പോയിട്ട്? ദേ പൂജാരി അന്വേഷിക്കുന്നു, ആരതി ഒഴിയാൻ നേരമായി എന്ന്. പെട്ടെന്ന് വന്നേ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് സരോജാമ്മ സുദർശനെയും കൂട്ടി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം എല്ലാവരും പ്രസാദം വാങ്ങുകയാണ്. അതിനുശേഷം രവിവർമ്മൻ രഘുവിനോട് ചോദിക്കുകയാണ്, സാന്ദ്ര എവിടെ? കണ്ടില്ലല്ലോ. സാന്ദ്രയ്ക്ക് പെട്ടെന്നൊരു സിക്ക് ഫീൽ, ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം രവിവർമ്മൻ പറയുകയാണ്, അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. എന്താ സാറേ എന്ന് സരോജാമ്മ ചോദിക്കുമ്പോൾ രവിവർമ്മൻ പറഞ്ഞിരുന്നു, നാളെ നിങ്ങൾ 3 പേരെയും വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് അമ്മ പറഞ്ഞത്. സരോജാമ്മ ചോദിക്കുകയാണ്, ആണോ? എന്താ സാറേ കാര്യം? അത് വേറൊന്നുമല്ല, നിങ്ങൾ 3 പേരും ഇതുവരെ ഒരുമിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. മകളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ വിവാഹത്തിന് മുമ്പ് അച്ഛനും അമ്മയും വരുന്നത് ഒരു ആചാരമാണ്. സരോജാമ്മ പറയാണ്, ഓ അങ്ങനെ. അതിനെന്താ സാർ, വരാല്ലോ. ശ്രീടച്ച, നാളെ നമുക്കൊന്ന് പോകാമല്ലോ അല്ലേ? ആ നോക്കാമെന്ന് സുദർശൻ പറയുകയാണ്. അതിനുശേഷം യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അവർ. പോയ ശേഷം സുദർശൻ കരുതുകയാണ്, നാളെ ആ വീട് വരെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ആ ഫോൺ വിളിച്ച മനുഷ്യൻ പറഞ്ഞതുപോലെ രാജനന്ദിനി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയാലോ. പിന്നീട് കാണിക്കുന്നത് ഫോൺ ചെയ്യുന്ന സാന്ദ്രയാണ്. ഓ ശരി, സമ്മതിച്ചു. ഇത് കുറെ കാലമായി നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട്. എപ്പോഴും തോറ്റു തൊപ്പിയിടലാണല്ലോ നിങ്ങളുടെ പണി. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഒരു കാരണവശാലും വിചാരിച്ച പ്ലാൻ മിസ്സാവാൻ പാടില്ല. ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അന്നേരം അവിടേക്ക് ഗായത്രി അമ്മ വന്ന് സാന്ദ്രയെ വിളിക്കുകയാണ്. ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര ഫോൺ കട്ട് ചെയ്യുകയാണ്.
ആ അമ്മ, എന്തുണ്ട് കാര്യങ്ങൾ? എന്തു പറ്റി? നിന്റെ മുഖത്ത് വല്ലാതൊരു ടെൻഷൻ കാണുന്നുണ്ടല്ലോ. ഫോണിൽ ആരോടാണ് സംസാരിച്ചത്? എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? ഓ അതോ, അത് ഓഫീസിലെ ഒരു കോളായിരുന്നു. ഒരു വലിയ പ്രോജക്റ്റിന്റെ ടെൻഡർ ഉണ്ടായിരുന്നു. നമ്മൾ കോഡ് ചെയ്തിരുന്ന ആ ടെൻഡർ അത് ലീക്കായി പോയോ എന്നൊരു സംശയം. 1-2 പേരെ ഫയർ ചെയ്യുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുള്ള കള്ളങ്ങൾ പറഞ്ഞു ഒപ്പിക്കുകയാണ് സാന്ദ്ര. സോറി, നീ ബിസിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ. പറയൂ അമ്മ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ജാതകത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് തോന്നുന്നു. എനിക്കറിയാം, ഇഷ്ടമില്ലാതെയാണെങ്കിലും നീ എന്റെ സങ്കടം മനസ്സിലാക്കിയാണ് ഈ വിവാഹം മുടക്കാൻ മോള് ഒരുപാട് കഷ്ടപ്പെട്ടത്. എല്ലാം വെറും തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ആന്ധ്രയുടെ കൈപിടിച്ചിട്ട് ഗായത്രിയമ്മ പറയുകയാണ്, ഇതിന്റെ പേരിൽ മോളെ ഞാൻ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. ഓ അത് സാരമില്ല അമ്മ. രവിവർമ്മൻ സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് കരുതിയല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞു, അത്ര തന്നെ. അതിനുശേഷം സാന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മയ്ക്കിനി ഈ വിവാഹം മുടക്കണ്ടായിരിക്കാം. പക്ഷെ ഈ സാന്ദ്രയ്ക്ക് ഇത് മുടക്കിയേ പറ്റൂ. സോറി അമ്മ, ഞാൻ ചില പ്ലാനിങ്ങിലാണ്. ഗായത്രിയമ്മ പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നു ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചതിൽ മോൾക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മോളുടെ വിഷമം മാറാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്താ അമ്മ, എന്താ വഴി? ഇന്നു മുതൽ രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും സന്തോഷത്തിനായി ഈ വിവാഹം നടക്കാൻ ഇന്നു മുതൽ മോൾ എല്ലാ ശ്രമങ്ങളും നടത്തണം. അപ്പോൾ മോളുടെ മനസ്സിലെ കുറ്റബോധം താനെ മാറിക്കോളും. ആ ശരിയമ്മ, സത്യമാണ്. ആ പിന്നെ ഒരു കാര്യം കൂടി. എന്താ അമ്മ? ഈ വിവാഹം മുടക്കാൻ വേണ്ടി ആ ജാതകം തിരുത്തിയില്ലേ? ആ ദ്രോഹിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് രവിയുടെ മുൻപിൽ എത്തിക്കണം നീ. ആ സാധനത്തെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേണം ചോദിക്കാൻ അവളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. സാന്ദ്ര പറയാണ്, ആ അമ്മ, അതൊക്കെ ചെയ്തവരെ ഇത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആദ്യം രവിവർമ്മൻ സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം നടക്കട്ടെ. വിവാഹം മുടക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് സാവകാശം അന്വേഷിക്കാം നമുക്ക്. ഗായത്രിയമ്മ പറയുകയാണ്, അത് പോരെ സാന്ദ്ര. ആ ദ്രോഹി അങ്ങനെ വെറുതെ വിടാൻ പാടില്ല നമുക്ക്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിർബന്ധമാണത് എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് ഗായത്രിയമ്മ. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ എനിക്ക് ഒരാളെയാണ് ബലമായ സംശയം. അമ്മയ്ക്ക് ആരെയാണ് സംശയം? ആ ജീഡി തന്നെ, ഗൗരിദാസ്. വരട്ടെ, കണ്ടുപിടിക്കാം നമുക്ക്. നാളെ ശ്രീലക്ഷ്മിയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും കൂടി ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. സരോജം ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. മോള് വേണം കാര്യങ്ങളൊക്കെ നന്നായി നോക്കാൻ. ശരി അമ്മ, ഞാൻ നോക്കാം. അമ്മ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഗായത്രിയമ്മയെ പറഞ്ഞു വിടുകയാണ് സാന്ദ്ര. ദേഷ്യത്തോടെ സാന്ദ്ര കരുതുകയാണ്, ഇനി അവള് പോയിട്ട് അവളുടെ അച്ഛനെയും അമ്മയെയും കൂടി ഞാൻ സൽക്കരിക്കണം പോലും. വരട്ടെ ഇങ്ങോട്ട്, വിഷം കൊടുത്ത് കൊല്ലും ഞാൻ എല്ലാത്തിനെയും. റെഡി ഇഡിയറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ മുറുമുറുക്കുകയാണ് സാന്ദ്ര. പിന്നീട് വീട്ടിൽ സുദർശൻ ആരും കാണാതെ വീണ്ടും ആ കൊറിയർ പരിശോധിക്കുകയാണ്. ആ പേപ്പർ കട്ടിംഗ് എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കുകയാണ് സുദർശൻ. ഈശ്വര, ഇതൊരു കാളകൂട വിഷം പോലെയാണല്ലോ ഇരിക്കുന്നത്. വിഴുങ്ങാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥ. ഏതായാലും പൂജയും ആൾക്കൂട്ടവും ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇത് സരോജത്തെയും മോളെയും കാണിക്കാം. ഇത്രയും വലിയൊരു തെളിവ് കണ്ടാൽ ആരാണ് വിശ്വസിക്കാത്തത്? അപ്പോൾ അവരും വിശ്വസിക്കും. അതോടെ മോളുടെ മനസ്സ് മാറി മോള് തന്നെ ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കും. അപ്പോഴേ എനിക്ക് മനസ്സമാധാനം ലഭിക്കൂ. പക്ഷെ മോളിത് വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും ഒരു പ്രശ്നമാണല്ലോ. അന്നേരം അവിടേക്ക് സരോജാമ്മയും ശ്രീലക്ഷ്മിയും എത്തുകയാണ്. സരോജാമ്മ പറയുകയാണ്, അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. സത്യം പറഞ്ഞ ഇപ്പോ എന്തൊരു മനസ്സമാധാനാണെന്ന് അറിയുമോ ശ്രീയുടെ അച്ഛന്? പ്രത്യേകിച്ച് രവി സാറും അനിയനും സാന്ദ്രാമാടവും കൂടി ഒക്കെ വന്നപ്പോൾ പ്രത്യേക ഒരു ഐശ്വര്യമായിരുന്നു. ഇല്ല, ശ്രീയുടെ അച്ഛൻ എന്തോന്നിരിപ്പായത്, ഒരു അന്തവും കുന്തവും ഇല്ലാതെ. ആ ദീപുവാണ് പൂജയ്ക്ക് കൊണ്ടുപോയ സാധനങ്ങൾ തിരികെ എടുത്തു വെക്കാൻ സഹായിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നോ, ഒന്നും ചെയ്യാതെ, കേട്ടോ? സുദർശൻ പറയുകയാണ്, സരോജം നീ ഒരു ഗ്ലാസ് ചായ എടുക്ക്. ഇപ്പൊ ചായയോ? നിങ്ങൾക്കല്ലേ മനുഷ്യൻ ഞാൻ കുറച്ചു മുമ്പ് പൂജ നടത്തിയ പായസം തന്നത്. അന്നേരം മടുമടാന്ന് കുറെ വെള്ളവും കുടിച്ചല്ലോ. പിന്നെന്തിനാ ഈ അനവസരത്തിൽ ഒരു ചായ കൂടി? ക്ഷപ്പെട്ട് സുദർശൻ ചോദിക്കുന്നു, ഹാ, നിനക്ക് പറഞ്ഞതനുസരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടോളാം ചായ എന്ന് പറഞ്ഞു എഴുന്നേൽക്കുകയാണ് സുദർശൻ. ആ, ഇനി അതിന്റെ പേരിൽ എന്നെ തിന്നാൻ വരണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. എന്നാലും ഇതൊരു മാതിരി കടുപ്പം തന്നെ. ഇന്ന് മാറാൻ പോകുന്നോ എന്തോ ഈ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് സരോജാമ്മ. അടുക്കളയിൽ പോയിട്ടും സരോജാമ്മ സുദർശനെ നോക്കിയിട്ട് പറയുകയാണ്, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ലാതെ ഇങ്ങേരിങ്ങനെ കുറുകി ഇരിക്കില്ലല്ലോ. ഇനിയിപ്പോ എന്താണെങ്കിലും അതങ്ങ് തുറന്നു പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂ. അതിപ്പോഴും ഇങ്ങേർക്ക് ഭയങ്കര മടിയാണല്ലോ. സുദർശൻ കരുതുകയാണ്, സരോജത്തെ ഇത് ഇപ്പോൾ കാണിച്ചാൽ കുറെ നെഞ്ചത്തടിയും നിലവിളിയും അല്ലാതെ മറ്റൊന്നും നടക്കില്ല. തൽക്കാലം ഇത് മോളെ തന്നെ കാണിച്ചാലോ? മോളെ എന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നച്ചാന്ന് പറയുകയാണ് ശ്രീലക്ഷ്മി. പക്ഷെ മോളോട് ഇതിപ്പോൾ പറഞ്ഞാൽ ശരിയാകുമോ? പെൺകുട്ടികളുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഇപ്പോ ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ അച്ഛാ വിളിച്ചതെന്നും പറഞ്ഞ് അവിടേക്ക് വരികയാണ് ശ്രീലക്ഷ്മി. ഏയ് ഒന്നുമില്ല, മോള് മുറിയിലുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. പൂജയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, തൃപ്തിയായില്ലേ?
അടിപൊളിയായിരുന്നു അച്ഛാ, എല്ലാവരും സന്തോഷത്തിലാണ്. അല്ല, മോൾ എപ്പോഴാണ് അകത്ത് പോയത്? ഞാൻ കണ്ടില്ലല്ലോ. അന്നേരം ചായയുമായി വരികയാണ് സരോജം. സരോജം പറയുകയാണ്, ആ ഇത് നല്ല കൂത്ത്. കുറച്ചു മുന്നേ അല്ലേ നിങ്ങളുടെ മുൻപിലൂടെ ഇവൾ അകത്തേക്ക് കയറിപ്പോയത്? ആ, നിങ്ങൾക്കിപ്പോൾ കണ്ണും പിടിക്കാതെ ആയോ? കണ്ണ് നിന്റെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സുദർശൻ. നിന്നോടൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെ പിന്നെ ദാ ചായ എന്ന് പറഞ്ഞ് ചായ നീട്ടുകയാണ് സരോജമ്മ. അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. അതിനുശേഷം ശ്രീലക്ഷ്മിയോട് പറയാണ്, മോള് പൊയ്ക്കോ, ഞാൻ വെറുതെ വിളിച്ചതാണ്. അതിനുശേഷം ചായ മേശപ്പുറത്ത് ഇടിച്ചു വെച്ച ശേഷം അടുക്കളയിലേക്ക് പോവുകയാണ് സരോജം. എന്നിട്ട് അവിടെ നിന്നും പറയുകയാണ്, ചേടാ ഇങ്ങേർക്ക് ഇതിപ്പോ എന്താ പറ്റിയത്? ഇനിയിപ്പോ അടുത്ത ചായ എപ്പോ വേണമെങ്കിലും ചോദിക്കും, വെറുതെ മിനിട്ടെടുക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ മാർക്കറ്റിൽ പോയി കുറെ സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. ഇനി അത് പറയുമ്പോൾ അടുത്ത ചാട്ടം തുടങ്ങും. എന്റെ ഒരു തലയെഴുത്തെന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുകയാണ് സരോജം. വീണ്ടും ആ പേപ്പർ കട്ടിംഗ് നോക്കിയിരിക്കുകയാണ് സുദർശൻ. ഇത് തന്നെ ആലോചിച്ചിരുന്നാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. തൽക്കാലം ഈ സാധനം ബാഗിലിരിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. അതിനുശേഷം അത് ബാഗിൽ വെക്കുകയാണ് സുദർശൻ. പിന്നീട് സുദർശൻ ജിഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ആലോചിക്കുകയാണ്.